ഒരു മൂന്നാം പ്രാവശ്യം മട്ട് വെച്ചപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു തേട് മീനാണ്. തേട് തുണിയുണ്ട്, കൂടെ തുണിയുണ്ട്. വേസ്റ്റുകളാണ് കൂടുതൽ. എല്ലാം തുണി, എല്ലാം സാരി. സാരി വാപ്പയാണ്. ഇതിന്റെ മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ സ്വർഗം കാണാം കേട്ടോ. തെരണ്ടി തെരണ്ടി ഇതിന്റെ മുള്ള് ഡേഞ്ചറാണ്. 70 ചൂണ്ടയിൽ തീറ്റ എന്തോന്ന് വെച്ചതില്? കൊഴിയാളല്ലേ? കൊഴിയാളയാണ് വെച്ചത്. വേറെ തേടുണ്ടായിരുന്നല്ലോ. ഒരു തേടുണ്ടാ. നോക്കാം, കൂട്ടത്തോട് ഇട്ടതിന് ശേഷം നോക്കാം. ഉള്ളു കൊള്ളത്തില്ല, ഇത് നോക്കിയെടുക്കും. ഇത് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിന്റെ അടുത്താണ്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പയ്യന്മാർ നമ്മുടെ മട്ടെന്ന് പറയും കേട്ടോ ഇതിന്. ഇത് കരയിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്തെടുക്കല്ലേ? ഇല്ല, എന്നിട്ട് ഒരാൾ നീന്തി പോകുമ്പോ രണ്ടുപേര് ഇരുമ്പ് കൊണ്ട് നീന്തി പോകും അല്ലേ? ഒരാള് നീന്തി പോകുന്നാണ് പറ. ഒരാള് നീന്തി കൊണ്ടുപോയിട്ട് ഒരാൾ കരയിൽ നിന്നിട്ട് ഒരു അറ്റം പിടിച്ചു വെച്ചിരിക്കും. നോക്കാം, കളിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ചൂണ്ട നന്നായിട്ട് വിഴുങ്ങിയാണ് വെച്ചിരിക്കുന്നത്. കാര്യവാപ്പ, കാര്യവാപ്പ അടിക്കും. മുള്ളുള്ളൊരു ഇതിന്റെ മുള്ള് വളരെ ഡേഞ്ചറാണ്. കാര്യവാപ്പ എന്നാണ് പറയുന്നത്. പൂലാവിനെ പോലെ അതേ സൈസ് സാധനമാണ് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? നേരത്തെയും തിരണ്ടിയും ചാക്കാണിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ തേട് മീൻ. അതുകൊണ്ട് ഇവിടെ അടുത്ത തിരണ്ടി മീൻ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റുന്നുണ്ട്. മുള്ളെടുത്തില്ല, വിഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനെ മട്ട് വയ്ക്കുന്നത്? രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ? ഒരു തേട് വേറെ എന്തൊക്കെ കിട്ടിയത്? ചാക്കാണി, ബാക്കിയെല്ലാം തിരണ്ടി. തിരണ്ടി എത്ര എണ്ണം ഉണ്ട്? 5 തിരണ്ടി. ഇനി വയ്ക്കാൻ പോവുകയാണ് എല്ലാം. ഇത് ഇനിയിപ്പോ എന്ത് ചെയ്യാണ്? അതാണ്ട് തിരണ്ടി. എല്ലാം മണ്ണായിട്ട് കിടക്കണേണ്ടോ ഒന്നും വിചാരിക്കണ്ട. കാരണം ഇവര് മണ്ണിലിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് ഇതിന് ലേലത്തിൽ കൊണ്ട് കൊടുക്കുവേ. ഇനി വയ്ക്കാൻ പോവുകയാണ് ഇവര്. ഇത് മണ്ണിൽ കുഴിച്ചിടാൻ പോണു. ഓക്കെ ഓക്കെ. ഇത് ഇവരിനിയുമേ ഇതാണ്ട് മണ്ണ് തോണ്ടി അതിന്റെ അടിയിലാക്കുകയാണ്. ആക്കിയ കാരണം എന്താന്ന് പറയാ, വെയിലുള്ളാണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും മീൻ. ഒന്നുമില്ലേ? ഒന്നുമില്ല. നഷ്ടം, എല്ലാം നഷ്ടം. ഓരോ ചൂണ്ടയിലുമേ കൊഴിയാള മീൻ ഹുക്ക് ചെയ്തിടെയാണ്. നമ്മുടെ ബ്രോ തന്നെയാണ് നീന്തി പോകുന്നത് കേട്ടോ. ഇതിന്റെ ഇരുമ്പും അറ്റമുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നു ഇരുമ്പ്. ഈ ഇരുമ്പും കൊണ്ടാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് കിടക്കുന്നുണ്ടോ? ഈ ഇരുമ്പാണ്. ഈ ഇരുമ്പും കൊണ്ട് നമ്മുടെ ബ്രോ ഇപ്പോൾ നീന്തി പോകും. അതാണ്ട ഈ കാണുന്ന നമ്മുടെ അളിയെ നീന്തി കൊണ്ട് വയ്ക്കാൻ പോയി. എത്ര ദൂരം പോവും? തിര അടിക്കുന്നതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവയ്ക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് 3-ാം പ്രാവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയി. ഇത് തന്നെയാണ് പ്രോസസ്സ് കേട്ടോ ഇവർ ചെയ്യുന്നത്. കരയിൽ നിന്ന് മട്ട് വയ്ക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്.